ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലോ. അതിനുമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പം നേരെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം. അങ്ങനെ നമ്മുടെ രേവതി സച്ചിയോട് പറയുകയാണ്, ആമിയൊക്കെ വന്നു ശരിയൊക്കെയാണ്, പക്ഷേ നമ്മൾ ആമി വന്നതുകൊണ്ട് പല കാര്യങ്ങളും മറന്നുപോയി, ചെയ്യാതെ പോയി എന്ന്. അപ്പം സച്ചി ചോദിച്ചു, അതെന്താ നീ ഇങ്ങനെ പറയുന്നത്, എന്ത് കാര്യം? അത് വേറെ ഒന്നുമല്ല, ഈ ആക്സിഡന്റ് പിന്നിൽ ആരാണെന്ന് ഇതുവരെ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലല്ലോ. സ്റ്റേഷനിൽ ചെന്നിട്ട് കാര്യമായിട്ട് ഒന്ന് സംസാരിക്കണം സച്ചേട്ടാ. അപ്പം നമ്മുടെ സച്ചി പറഞ്ഞു, ഞാനായിട്ട് തന്നെ ആളെ കണ്ടെത്തും രേവതി, ഞാനത് മറന്നു എന്നാണോ നീ കരുതിയിരിക്കുന്നത്? അങ്ങനെ ഞാൻ മറക്കുവോ? ഒരിക്കലും ഞാൻ മറക്കില്ല. ദേ, ഞാനിവിടെ അതിനു വേണ്ടിയുള്ള പണികളൊക്കെ ചെയ്യുന്നുണ്ട്. മഹേഷും ഈച്ചയൊക്കെ സജീവമായിട്ട് രംഗത്തുണ്ട്. അല്ല, മറക്കില്ലെന്ന് എനിക്കറിയാം സച്ചേട്ടൻ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. സച്ചേട്ടനായിട്ട് അന്വേഷിക്കൊന്നും വേണ്ടെന്നേ, പോലീസിന്റെ സഹായം തേടുന്നത് തന്നെ നല്ലത്. അങ്ങനെ പോലീസിന്റെ സഹായത്തോടു കൂടി നമുക്ക് പ്രതികളെ കണ്ടുപിടിക്കണം. എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. ഏതായാലും താനുണ്ടല്ലോ, വിഷമിക്കൊന്നും വേണ്ട. വേറെയും വിഷയങ്ങളുണ്ട് രേവതി. എന്തൊക്കെയോ കള്ളക്കളികൾ ഇവിടെ നടക്കുന്നുണ്ട്, അതെനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നു. ശ്രുതിയെയും കുറിച്ച് ആമി പറഞ്ഞത് കേട്ടതല്ലേ? അത് എനിക്കെന്തോ അങ്ങോട്ട് ദഹിച്ചിട്ടില്ല. എന്തൊക്കെയോ ദുരൂഹതകളുണ്ട്. അതെ, എനിക്കും തോന്നുന്നു സച്ചേട്ടാ. അല്ല, എനിക്കൊരു സംശയം, ശ്രുതിയെ തട്ടിക്കൊണ്ട് പോയത് ആരാ? അവർക്കെതിരെ ശ്രുതി ഇതുവരെ പരാതി കൊടുത്തിട്ടില്ലല്ലോ. ഇതിൽ നമുക്കറിയാത്ത എന്തെങ്കിലും വിഷയങ്ങൾ കാണുമോ? ഏയ്, കാണും അല്ലേ? എന്താ രേവതി നിന്റെ അഭിപ്രായം? എൻ്റെ അഭിപ്രായം എന്താ, ഞാൻ എന്ത് പറയാനാ? അച്ഛമ്മയൊന്നും ഇങ്ങോട്ട് വരട്ടെ, എല്ലാം ഞാൻ പൂട്ടിക്കും. കള്ളത്തരങ്ങളൊക്കെ സംഭവിച്ചിട്ടും അവരുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. പക്ഷേ ഇനി അങ്ങനെ ഉണ്ടാകരുത്. അവർ കൂടുതൽ കാലം നമ്മളെ വിട്ടിയാക്കാൻ പാടില്ല. ഞാൻ ഇതിന് ഒരു പരിഹാരം ഉണ്ടാക്കും. ഈ വീട് ഓണാകണമെങ്കിലേ അങ്ങനെ ഒന്ന് ചെയ്തേ പറ്റൂ. ഇതേ, കള്ളത്തരമെല്ലാം വെളിയിൽ വരണം. ശ്രുതി ആരാണെന്നും ശ്രുതി എന്താണെന്നും ഒക്കെ തിരിച്ചറിയണം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് രേവതി സച്ചേട്ടൻ പറഞ്ഞത് ശരിയാന്നൊക്കെ പറഞ്ഞിങ്ങനെ എസ് ഒക്കെ മൂളിയിരിക്കുകയാണ്. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന നമ്മുടെ ആന്റണിനെയാണ് കേട്ടോ. അപ്പൊ ആന്റണിയുടെ കൂട്ടുകാരോട് ചോദിക്കുന്നു, ശരത്ത് വരില്ല എന്ന് പറഞ്ഞിരുന്നോ? അവനിന്ന് വരും. അവൻ വരാതെ എവിടെ പോകാനാ? കാശ് വാരിക്കോരി കൊടുക്കല്ലേ ആന്റണി ഏട്ടൻ, അവനപ്പം വരും, അത് ഉറപ്പായ കാര്യം തന്നെയാ. അല്ല ആന്റണി ചേട്ടാ, സച്ചിയുടെ രേവതിയുടെയും കാര്യത്തിൽ ഇനി ഇടപെടരുത്, വിട്ടേക്ക് എന്നൊക്കെ ചേട്ടനോട് പറഞ്ഞിരുന്നല്ലോ. ഞാൻ കരുതിയത് അവന് മനംമാറ്റം ഉണ്ടായി, അവൻ നമ്മുടെ കൂടെ വരില്ല എന്നൊക്കെയാ. പക്ഷെ അവന്റെ മനസ്സൊന്നും മാറിയിട്ടില്ല. പിറ്റേന്ന് ഒരു ഭാവവ്യത്യാസവും ഇല്ലാതെ അവൻ നമ്മളോട് കൂടി കാശ് പിരിക്കാൻ വേണ്ടി വന്നില്ലേ? എന്താണ് സംഭവിച്ചെന്ന് മനസ്സിലാവുന്നില്ലല്ലോ, ഒന്നും പിടികിട്ടുന്നില്ലല്ലോ. അവന്റെ ചേച്ചിയെ ചെന്ന് വഴക്ക് പറഞ്ഞു കാണും. അന്ന് വന്ന് അത് അവന് എന്നോട് പറഞ്ഞത്. അങ്ങനെയൊക്കെ ആന്റണി ചേട്ടാ, ഏത് സമയത്തും അവന്റെ നിറം മാറാം, ഒന്ന് ശ്രദ്ധിക്കണം. അതൊക്കെ എനിക്കറിയാം. എനിക്ക് അവനെ ആവശ്യമാണ്, അതുകൊണ്ടല്ലേ ഞാൻ അവനെ വിടാതെ പിടിച്ചിരിക്കുന്നത്. ഏതായാലും അവനിട്ടൊരു എട്ടിന്റെ പണി തന്നെ എനിക്ക് കൊടുക്കാനുണ്ട്. ഇനിയിപ്പം ഞാൻ ഒന്നും അങ്ങ് മാറ്റി വെക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് നേരെ നമ്മുടെ ശരത്തിനെ വിളിക്കുകയാണ്. അപ്പൊ ശരത്ത് നോക്കിയപ്പോഴത്തേക്ക് ഫോണ് ആന്റണി ചേട്ടന്റെ. അങ്ങനെ ശരത്ത് പെട്ടെന്ന് ഫോൺ എടുക്കുകയാണ്. ഫോൺ എടുത്തിട്ട് എന്തായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാട്ടോ ഫോൺ എടുത്തതേ. എടുത്തു. ഹലോ എന്ന് വെച്ചു. ഹലോ എന്ന് വെച്ചപ്പോഴത്തേക്കും നമ്മുടെ ആന്റണി, ഹലോ എടാ, നീ എവിടെയാടാ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പൊ പറഞ്ഞു, അത് പിന്നെ ആന്റണി ചേട്ടാ, ഞാൻ വീട്ടിലാണ്. നീ വീട്ടിലാണല്ലേ? എന്താടാ ഫോണൊക്കെ എടുക്കാൻ ഇത്ര മടി? നിനക്കെന്താ, സുഖമില്ലേ? ശബ്ദമൊക്കെ വല്ലാണ്ട് അങ്ങ് ഇരിക്കുന്നല്ലോ. എന്റെ പൊന്ന ആന്റണി ചേട്ടാ, എനിക്ക് അസുഖമൊന്നുമില്ല. എന്തസുഖം? എനിക്ക് ഒരു അസുഖവും ഇല്ല. അല്ല, നീ എന്താണ് ഓഫീസിൽ വരാത്തത്? ഇതുവരെ നീ ഓഫീസിൽ വന്നില്ലല്ലോ. 2-3 സ്ഥലത്ത് കാശ് ചോദിക്കാൻ വേണ്ടി പോകാനുള്ളത്. ഞാൻ നിന്നെ വെയിറ്റ് ചെയ്തിരിക്കുക. ആന്റണി ചേട്ടൻ ഞാൻ ഇന്ന് വരുന്നില്ല. ആന്റണി ചേട്ടൻ ഇന്ന് പൊക്കോ. എന്താടാ നിനക്ക് പറ്റിയത്? എനിക്ക് എന്താ പറ്റിയതെന്ന് ആന്റണി ചേട്ടൻ അറിയില്ലേ? ഈ പ്രതീക്ഷേട്ടൻ എന്ന ആളുടെ വീട്ടിൽ വെച്ച് നല്ല ഷോക്കാണ് സച്ചേട്ടനും എല്ലാവരും എനിക്ക് തന്നത്. പിന്നെ ആ ഒരു പക നിങ്ങളുടെ മനസ്സിൽ കാണൂല്ലോ, സച്ചേട്ടനോടും എന്നോടും ഒക്കെ. ആന്റണി ചേട്ടാ, സച്ചേട്ടനോടുള്ള ദേഷ്യം എൻ്റെ ചേച്ചിയോട് നിങ്ങളെ തീർത്തു അല്ലേ? എനിക്ക് മനസ്സിലായി, എൻ്റെ ചേച്ചിയോട് നിങ്ങൾ തീർത്തെന്ന്. എന്താണ് ഈ പറയുന്നത്? ആക്സിഡന്റിൽ കാലിന് പരിക്ക് പറ്റി പ്ലാസ്റ്റർ ഇട്ട് നടക്കാൻ പറ്റാതെ എൻ്റെ ചേച്ചി വീട്ടിൽ ഇരിക്കുക. ആ ആക്സിഡന്റിന് പിന്നിൽ ആന്റണി ചേട്ടനല്ലേ? എനിക്ക് മനസ്സിലായി, ആന്റണി ചേട്ടൻ തന്നെയാണ്. ഞാനോ? എന്തൊക്കെയാടാ നീ വിളിച്ചു പറയുന്നത്? ഞാനൊന്നുമല്ല ആ ആക്സിഡന്റ് പിന്നില്. ഞാൻ അങ്ങനെ ചെയ്യുന്നു നിനക്ക് തോന്നുന്നുണ്ടോടാ? നിന്റെ ചേച്ചി എന്ന് പറഞ്ഞാൽ എന്റെയും കൂടെ ചേച്ചിയല്ലടാ. നിനക്ക് എന്താണ് പറ്റിയത്? നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാനാണ് അങ്ങനെ ചെയ്തതെന്ന് നിന്നോട് ആരെങ്കിലും പറഞ്ഞോ? ആരും പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷേ ചോറ് തിന്നുന്ന ആർക്കും മനസ്സിലാകാം. അപ്പൊ നീ ഊഹിച്ച് പറയുന്നതല്ലേ? സച്ചിയോട് എനിക്ക് ദേഷ്യമുണ്ട്, പകയുണ്ട്.
എന്ന് കരുതി അവനോടുള്ള ദേഷ്യം തീർക്കാൻ ഞാൻ ചേച്ചീനെ അപകടപ്പെടുത്താൻ നോക്കുന്നത് നിനക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഒരിക്കലും ഇല്ല. ഞാൻ അതിന് ശ്രമിച്ചിട്ടില്ല. നീ എന്നെ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ലല്ലോടാ ശരത്തെ. നിനക്ക് എങ്ങനെയാടാ ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നത്? ഒരു അനിയനെ പോലെയല്ലേ ഞാൻ നിന്നെ കാണുന്നത്. എന്നിട്ട് നീയോ നീ രേവതിനെ എങ്ങനെ കാണുന്നു അതുപോലെ തന്നെ ഞാൻ രേവതിനെ കാണുന്നത്. എന്നിട്ട് നീ എന്നെ പിന്നെ ആര്യൻ ചേട്ടൻ ഇങ്ങോട്ട് കൂടുതലൊന്നും പറയുമൊന്നും വേണ്ട. എനിക്കെല്ലാം മനസ്സിലായി. ആര്യൻ ചേട്ടൻ മിണ്ടാതിരുന്നാ മതി. ആര്യൻ ചേട്ടൻ ഒട്ടും എന്നോട് സംസാരിക്കണ്ട. പിന്നെ നമുക്ക് നേരിൽ കാണാം. അപ്പൊ ഇതെല്ലാം ദേവ് കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ ദേവ് ശരത്ത് പറഞ്ഞത് ആര്യൻ ചേട്ടൻ നമുക്ക് നേരിട്ട് കാണാമെന്ന്. അപ്പൊ ദേവ് മാറി എന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. ഈ സമയത്ത് പിന്നെ കാണിക്കുന്ന ആന്റണിയാണ്. ആന്റണി ഫോൺ കട്ട് ചെയ്ത് ഒറ്റ ചിരിച്ചിരിക്കുകയാണ്. അവനിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. അവന്റെ ചേച്ചിക്ക് ആക്സിഡന്റ് പറ്റിയില്ലോ. ആക്സിഡന്റ് പിന്നിലേ ഞാനാണോ എന്നാണ് അവനിപ്പൊ ചോദിച്ചത്. ഞാനാണെങ്കിലേ എന്ത് ചെയ്യും? അത് അറിയാമോ? അവൻ എന്ത് ചെയ്യും എന്നെ? അവനൊരു ചുക്കും ഒരു മണ്ണാങ്കപ്പട്ടെ ഒരു മാങ്ങാ തൊലി എന്നെ ചെയ്യാൻ പോകുന്നില്ല എന്ന്. ഈ സമയത്ത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശരത്തിനെയാണ് കേട്ടോ. അപ്പൊ ശരത്ത് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോഴത്തേക്കും ദേവ് ഓടി വരികയാണ്. ദേവ് ഓടി വന്നിട്ട്, എടാ നീ എന്താടാ പറഞ്ഞത്? എല്ലാം ഞാൻ കേട്ടു. ശരത്തെ, നിന്നോട് അവിടെ നിൽക്കാനാ പറഞ്ഞത്. ചേച്ചീനെ അപകടപ്പെടുത്തിയത് ആന്റണിയാണല്ലേ? ആക്സിഡന്റ് പിന്നില് അവനാണോന്നാ ഞാൻ ചോദിച്ചത്. അത് പിന്നെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശരത്ത് ഒന്നും പറയാതെ അങ്ങ് ഇറങ്ങി പോവാണ്. ഏതായാലും ഈ സമയത്ത് ദേവുവിന് മനസ്സിലാവുകയാണ്, അപ്പൊ പിന്നെ ആരായിരിക്കും ഇതിന് പിന്നില്? വേറെ ആരുമല്ല, നമ്മുടെ ആന്റണി തന്നെ ആയിരിക്കുന്നു. അങ്ങനെ നേരെ പോയി നമ്മുടെ ദേവു ലക്ഷ്മിയോട് പറയുകയാണ്, ഗജാനന്ദനല്ല ആക്സിഡന്റ് പിന്നില്. ഗജാനന്ദൻ നുണ പറഞ്ഞതല്ല, ആ ആന്റണിയാണോ എന്ന് സംശയമുണ്ട്. സംശയമുണ്ടെന്നോ? ശരത്തിപ്പ ആന്റണിനെ ഫോൺ ചെയ്യുന്നത് ഞാൻ കേട്ടിരുന്നു. ശരത്തിനും അങ്ങനെ ഒരു ചെറിയ സംശയമുണ്ട്. ആന്റണി ആകാൻ തന്നെയാ സാധ്യത. 100% സാധ്യത ആന്റണി ആകാൻ തന്നെയാ. ഇതിപ്പൊ ഞാൻ സച്ചിനെ വിളിച്ച് പറയും. നീ എന്താടി പറയുന്നത്? വേണ്ട, നീ ഇക്കാര്യം സച്ചിനെ വിളിച്ച് പറയരുത്. അതെന്താ? ഞാൻ പറഞ്ഞാല് ഞാൻ പറയും. അത് വേണോ മോളെ? വേണ്ട. എന്തിനാ അമ്മ എല്ലാത്തിനും അമ്മ ഇങ്ങനെ തടസ്സം നിൽക്കുന്നത്? രേവതി ചേച്ചിനെ ഇല്ലാതാക്കാനാ ആ ദുഷ്ടൻ ശ്രമിച്ചത്. അവനെ വെറുതെ വിടണമെന്നാണോ അമ്മ ഈ പറയുന്നത്? ഞാൻ സമ്മതിക്കില്ല. എടാ, പേടി കൊണ്ടാടാ ഞാൻ അങ്ങനെ പറഞ്ഞത്. വെറുതെ എന്തിനാ? വല്ലാത്ത ടെൻഷനായി പോവുകയാണല്ലോ. മോളെ പറയണ്ട, മോളെ സച്ചിയോട് പറയണ്ട. അപ്പോഴത്തേക്ക് നമ്മുടെ ദേവു ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. ഏതായാലും ദേവുവിന്റെ മനസ്സിൽ ഇത് ഇരിക്കുന്നു തോന്നുന്നുണ്ടോ? ഒരിക്കലും നമ്മുടെ ദേവുവിന്റെ മനസ്സിൽ ഇത് ഇരിക്കാൻ പോകുന്നില്ല. ഈ സമയത്ത് ദേവു സച്ചിനെ വിളിക്കുകയാണ്. അങ്ങനെ സച്ചി ഫോൺ എടുത്തിട്ട്, എന്താ ദേവു? അത് പിന്നെ സച്ചിയേട്ടാ, ആന്റണി നിങ്ങൾ തമ്മിൽ ശത്രുതയിലാണല്ലോ. രേവതി ചേച്ചിയുടെ ആക്സിഡന്റ് പിന്നില് ആന്റണി ആണോ എന്ന് എനിക്ക് ചെറിയൊരു സംശയമുണ്ട് സച്ചിയേട്ടാ. ആന്റണിയോ? അതെ. അല്ല, നീ എന്താ ഇങ്ങനെ സംശയിക്കാൻ കാരണം? അത് പിന്നെ ഞാന് അപ്പോഴത്തേക്ക് കാര്യങ്ങളൊക്കെ പറയാണ് കേട്ടോ. നമ്മുടെ ശരത്ത് പറഞ്ഞതും ശരത്തിന് സംശയം തോന്നിയതും ഫോൺ വിളിച്ചതും ഒക്കെ ഇങ്ങനെ പറയാണ്. ഇതൊക്കെ കേട്ടത് നമ്മുടെ സച്ചി ഒരു ഞെട്ടായിരുന്നു. സച്ചി അങ്ങ് വല്ലാണ്ടായി പോവാണ്. സച്ചി ഞെട്ടിയിട്ട് അങ്ങനെ ലാസ്റ്റ് നമ്മുടെ ദേവ് പറഞ്ഞു, ആന്റണി സത്യം പറയണമെന്നുണ്ടെങ്കിൽ സച്ചേട്ടൻ ചെന്ന് അവനൊന്ന് കാണേണ്ട രീതിയിൽ തന്നെ കാണണം. എങ്കിൽ മാത്രമേ അവൻ സത്യം പറയത്തുള്ളൂ. എന്നാ പിന്നെ സച്ചേട്ടൻ ഇപ്പൊ തന്നെ വിട്ടോ, ഇപ്പൊ തന്നെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തു. ഏതായാലും ഈ സമയത്ത് വീണ്ടും കാണിക്കുന്നത് ആന്റണീനാണ് കേട്ടോ. അങ്ങനെ ഏതോ ഒരു ഡീലറുമായിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ. 1.5 ലക്ഷം രൂപ എന്നെ ഒന്ന് സഹായിക്കണം എന്നൊക്കെ. അപ്പോഴത്തേക്ക് നമ്മുടെ ആന്റണി പറയുന്നുണ്ട്, 1.5 മാസം മുമ്പ് തന്ന പൈസ ഇതുവരെ തിരിച്ചു തന്നിട്ടില്ലല്ലോ. അതിന് ഞാൻ പലിശ കൃത്യമായിട്ട് തരുന്നുണ്ടല്ലോ. ഈ വാങ്ങുന്നതിന് പലിശ കൃത്യമായിട്ട് തരും. എന്ത് കൃത്യമായിട്ട് തരുന്നുണ്ടെന്നോ? ഒന്നും കൃത്യമായിട്ട് തരുന്നില്ല. കഴിഞ്ഞ മാസത്തെ പലിശ ഇതുവരെ തന്നിട്ടില്ല. പലിശ മേടിക്കാൻ വരുന്ന ഇവനൊക്കെ എത്ര തവണ നിന്റെ വീട്ടിൽ കയറിയിട്ടാണ് ക്യാഷ് കൊടുക്കുന്നത്? അത് പിന്നെ ആന്റണി പ്ലീസ്, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ക്യാഷിന് അത്യാവശ്യം ഉള്ളത് കൊണ്ടല്ലേ ഞാൻ ചോദിക്കുന്നത്. എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം പ്ലീസ്. ഇല്ല, നടക്കില്ലെന്ന് പറഞ്ഞാൽ നടക്കില്ല അച്ഛനെ. നീ ആദ്യം മുമ്പ് മേടിച്ച 50,000 രൂപയും പലിശയും താ. അതിനുശേഷം എന്താണെന്ന് വെച്ചാൽ ആലോചിക്കാം. അല്ലാതെ ഇപ്പൊ എൻ്റെ പൈസ ഇല്ല. എന്തായാലും ഈ സമയത്ത് നമ്മുടെ സച്ചി വരികയാണ്. അപ്പൊ സച്ചി വന്നിട്ട് പറയാണ്, അതേ നിങ്ങളെപ്പോലെ ഉള്ളവരാ ഇവനെ വളം വെച്ച് കൊടുക്കുന്നത്. വല്ല ആവശ്യമുണ്ടോ? ഇവന് ഒരു ഫിനാൻസുകാരനൊന്നും അല്ല, കൊടും ക്രിമിനല്. അപ്പൊ സച്ചി ചോദിച്ചു, എന്താണ് നിനക്ക് ഇവിടെ കാര്യം? നീ എന്തിനാണ് ഇവിടെ വന്നത്? എന്താ കാര്യം എന്ന് അറിയണോ അല്ലേ? നീ തീറ്റിപ്പൊറ്റി കുറെ ഗുണ്ടകളെ കൊണ്ട് നടക്കുന്നുണ്ടല്ലോ. അത് നീ അവരോട് തീർക്ക്. അല്ലാതെ എന്റെ പെണ്ണിന് നേരെ തിരിഞ്ഞാണ്ടല്ലോ, കൊന്നുകളയും എന്ന് പറഞ്ഞ് ഇങ്ങനെ പിടിക്കുകയാണ് കേട്ടോ കോളറില്. അപ്പോഴത്തേക്ക് നമ്മുടെ ആന്റണിക്ക് ദേഷ്യം വന്നു. ആന്റണി വിടണമെന്ന് പറഞ്ഞു. വിട്ടില്ല. അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ അഞ്ജന പറഞ്ഞു, നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത്? അഞ്ജന എന്ന് പറയുന്ന ഒരാളാണ് കേട്ടോ. എന്താ നിങ്ങൾ ഈ കാണിക്കുന്നത്? ഇവന് വിട് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, ഇവനെ വിടാനോ? പ്രശ്നം അറിഞ്ഞാലേ നിങ്ങൾ ഇവന്റെ മുഖത്ത് കൈ വെക്കുന്നു പറഞ്ഞു.
അപ്പോഴത്തേക്കും അവിടെ നിന്ന് കൂട്ടുകാരൻ പറഞ്ഞു, ആന്റണി ചേട്ടൻ നിന്നെ എന്താടാ ചെയ്തത്, നിനക്ക് അറിയണോടാ? എനിക്കറിയണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആന്റണി പറഞ്ഞു, എടാ എത്ര എനിക്ക് നഷ്ടം ഉണ്ടായെന്നറിയാമോ? രതീഷ് ചേട്ടന്റെ വീട്ടിൽ വന്ന് നീ വഴക്കുണ്ടാക്കിയില്ലേ? നഷ്ടമൊന്നും വേണ്ട, ലാഭം ലാഭം, അതാ നിനക്ക് വേണ്ടത്. നിനക്ക് ചോര ഊറ്റി കുടിക്കാനല്ലേ കൂടുതൽ ഇഷ്ടം. ദേ സച്ചി മിണ്ടാതിരുന്നു. നീ എന്തിനാ ഇവിടെ വന്ന് ഇപ്പൊ സംസാരിക്കുന്നത്? ഓ, നന്നായിട്ട് അഭിനയിക്കുന്നുണ്ടല്ലോ നീ, നിനക്കൊന്നും അറിയില്ല അല്ലേ? എനിക്ക് നിന്റെ വായിന്ന് തന്നെ കേൾക്കണം, അതുകൊണ്ടാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. പറയടാ, എന്റെ രേവതിനെ ഈ അവസ്ഥയിൽ എത്തിച്ചത് ആരാടാ? ആരാടാ? നീ അല്ലേടാ? എന്റെ രേവതിയുടെ ജീവൻ എടുക്കാനാണോ ആയിരുന്നോ നിന്റെ പ്ലാന്? എന്തൊക്കെ ഈ പറയുന്നത്? എന്തൊക്കെയാ പറയുന്നതെന്നോ? കരുതി കൂട്ടി അപകടപ്പെടുത്താൻ വേണ്ടി നീ തന്നെയല്ലേടാ ആ ആക്സിഡന്റ് ചെയ്തത്, ആക്സിഡന്റ് ഉണ്ടാക്കിയത്? ദേ എന്നോടുള്ള പക നീ രേവതിയുടെ അടുത്ത് തീർത്തല്ലേ? എന്റെ പൊന്നു സച്ചി, നീ വിട്, ഞാനല്ല അത് ചെയ്തത്, നീ തന്നെയാടാ അത് ചെയ്തത്, നീ തന്നെയാ. നിന്റെ കൂടെ നിൽക്കുന്നവന് പോലും നിന്നെ സംശയമുണ്ട്. ദേ എന്റെ പൊന്നു സച്ചി, ഞാനല്ല, നീ തന്നെയാടാ ചെയ്തത് എന്ന് പറഞ്ഞു. പിന്നെ അങ്ങോട്ട് അടിയും ബൂരവും ബുതിരവും ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ സച്ചി ആചാര്യനെ എടുത്തിട്ട് അടിയോടടി അടിയോടടി അടിയോടടി. അവിടെ നിൽക്കുന്ന ആ പെണ്ണ് ഓടി വന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ എന്താ ഗുണ്ടയാണോ? അദ്ദേഹത്തിന് ഒന്നും അറിയില്ലെന്ന് പറഞ്ഞില്ലേ, പിന്നെ എന്തിനാ നിങ്ങൾ അടിക്കുന്നത്? നിങ്ങൾ മാറി നിൽക്കേ, ഇതിൽ നിങ്ങൾ ഇടപെടണ്ട. ഇടപെടും എന്ന് പറഞ്ഞാൽ ഇടപെടും. ഇദ്ദേഹം എന്നെ കുറച്ച് സഹായിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിനെ തല്ലാനേ ഞാൻ സമ്മതിക്കില്ല. കാരണം ഇദ്ദേഹം എനിക്ക് പൈസ തന്ന് സഹായിച്ചത് തന്നെയാണ്. ഓ, നിങ്ങളെ പിടിച്ചു മാറ്റി എനിക്ക് കൊണ്ടുപോകാൻ അറിയാൻ മേലഞ്ഞിട്ടല്ല. പിന്നെ ദേ നിങ്ങളെ പിടിക്കാത്തത് വേറൊന്നും കൊണ്ടുമല്ല. ദേ അച്ഛനും അച്ഛമ്മയും എന്നെ പഠിപ്പിച്ചതൊക്കെ മറന്നു കരുതും ഞാൻ. എനിക്ക് പെണ്ണുങ്ങളെ ഇങ്ങനെ നിർത്തുന്നത് ഇഷ്ടമല്ല. പെണ്ണുങ്ങളെ തൊടുന്നതും എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് പറയാ, ദേ ആന്റണി, നിന്നെ ഞാൻ പോലീസിൽ ഏൽപ്പിക്കും, അത് ഉറപ്പാ. എന്റെ പൊന്നു സച്ചി, ആക്സിഡന്റ് പിന്നിൽ ഞാനല്ലെന്ന് പറഞ്ഞില്ലേ? എന്ത് തെളിവാ നിന്റെ കയ്യിലുള്ളത്? അത് നീ ആദ്യം പറ. അപ്പോഴത്തേക്ക് ആ പെണ്ണ് വന്ന് പറഞ്ഞു, ദേ ഒരു തെളിവും ഇല്ലാതെ ആരുടെയും മേൽ ആരും കുറ്റം ആരോപിക്കരുത്. നിങ്ങൾ എന്തിനാ വെറുതെ കുറ്റം ആരോപിക്കുന്നത്? വരൂടാ, തെളിവുമായിട്ട് ഞാൻ വരും. നിനക്ക് കരുതി വെച്ചത് ഞാൻ തരുക തന്നെ ചെയ്യും, അത് ഉറപ്പായ കാര്യമാ. എത്ര കാലം ദേ ഈ നിൽക്കുന്ന സ്ത്രീ നിന്നെ സംരക്ഷിക്കും, കാണാടാ, നമുക്ക് കാണാം എന്ന് പറഞ്ഞിട്ട് സച്ചി അവിടെ നിന്ന് പോകും. അപ്പൊ ആ സ്ത്രീ എന്ന് പറയുന്നത് നമ്മുടെ ആന്റണിയുടെ ആരുമല്ല, അവിടെ പലിശയ്ക്ക് പൈസ മേടിക്കാൻ വന്നതാണ് കേട്ടോ. ഈ ഒരു സമയത്ത് സച്ചി അങ്ങ് പോയി കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ആന്റണി അവിടെ ഇരുന്നു. അപ്പൊ ആ സ്ത്രീയാണ് അവിടെ നിൽക്കുകയാണ്. ഏതായാലും ആ സ്ത്രീ കാരണമാണ് നമ്മുടെ ആന്റണി രക്ഷപ്പെട്ടത്. ഇല്ലായിരുന്നെങ്കിൽ ആന്റണിയുടെ കട്ടയും പുകയൊക്കെ തീർന്നു പോയേനെ. അങ്ങനെ സച്ചി അടിയൊക്കെ കഴിഞ്ഞിട്ട് വെളിയിൽ ഇറങ്ങി വന്ന് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. സച്ചിക്ക് ഒരു സമാധാനവും കിട്ടുന്നില്ല. ആക്സിഡന്റ് പിന്നിൽ ആരാന്നൊന്നും അറിയത്തില്ലല്ലോ. അങ്ങനെ സച്ചി ഇങ്ങനെ ചിന്തിക്കുക, ഒന്നെങ്കിൽ ആക്സിഡന്റ് പിന്നിൽ ആന്റണി, അല്ലെങ്കിൽ അമ്മയുടെ അറിവോടുകൂടി ശ്രുതിയും ആളെ ചൂണ്ടിക്കാണിക്കാൻ തെളിവാ വേണ്ടത്. തെളിവുണ്ടാക്കണം. ആദ്യം തെളിവ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് ചിന്തിക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ നമ്മുടെ സച്ചി അവിടുന്ന് നേരെ ഇറങ്ങി പോകുന്നത് കേട്ടോ. തെളിവില്ലാതെ ഒന്നും ഇപ്പൊ നടക്കാൻ പോകുന്നില്ലല്ലോ. ഏതായാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നവിടെ ആന്റണിയോട് മറ്റേ സ്ത്രീ പറയാണ്, ഞാൻ തടഞ്ഞില്ലായിരുന്നെങ്കിൽ നിങ്ങളെ കൊന്നേനെ, അത്രയ്ക്ക് ദേഷ്യമുണ്ട് അയാൾക്ക് നിങ്ങളോട്. അപ്പോഴത്തേക്ക് ആ കൂട്ടുകാരൻ പറഞ്ഞു, ദേ നിങ്ങൾ ഒറ്റ കാരണമാണ്, ഇല്ലായിരുന്നെങ്കിലുണ്ടല്ലോ ആന്റണി ചേട്ടന്റെ അയാളെ നന്നായിട്ട് സച്ചിനെ നന്നായിട്ട് ഇടിച്ചേനെന്ന് പറഞ്ഞപ്പോ ഇങ്ങനെയൊക്കെ പുകഴ്ത്തി എന്തിനാ സംസാരിക്കുന്നത്? ദേ എന്തിനാ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് പുകഴ്ത്തണം? ഇതിപ്പം വെറുതെയാ. ദേ ഒരു കാര്യം ചെയ്യാം, ഇവരെ ഒന്നും വിശ്വസിക്കരുതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആന്റണി പറഞ്ഞു, അല്ല ശരിയാണ്, എനിക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട് അഞ്ജന. ഏതായാലും എനിക്കൊരു സഹായം ചെയ്യണം. നീ എൻ്റെ കൂടെ നിന്ന് എനിക്ക് അവനെ ഒന്ന് ജയിലിൽ കിടത്തണം. അതിന് നീ എൻ്റെ കൂടെ നിൽക്കണം അഞ്ജന എന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായില്ല. എന്താ ആന്റണി ഉദ്ദേശിക്കുന്നത്? അത് വേറൊന്നുമല്ല, സച്ചി എൻ്റെ ഓഫീസിൽ കയറി വന്ന് എന്നെ ആക്രമിച്ചു, തടയാൻ ശ്രമിച്ച് നിന്നെ മർദ്ദിച്ചു, ഉപദ്രവിച്ചു. ദേ ഇങ്ങനെ ഒരു പരാതി പോലീസിൽ കൊടുത്തു കഴിഞ്ഞാൽ അവനെ പിടിച്ച് അകത്തിടും, അറിയാലോ. പിന്നെ അവൻ ജയിലിൽ കിടക്കും. ഞാൻ മാത്രം പരാതി കൊടുത്താലേ അതിനൊരു ബലം ഉണ്ടാകത്തില്ല, നീ കൂടി വേണം. സ്ത്രീകളെ തൊട്ട് കഴിഞ്ഞാലേ കേസ് വേറെയാണല്ലോ. പിന്നെ ആ റൂട്ടിൽ നമുക്ക് പോകാം. അവന് ജയിലിൽ പോകേണ്ട വരും. അല്ല അത് വേണോ? നിനക്ക് ക്യാഷ് വേണമെങ്കിലേ ഞാൻ പറഞ്ഞത് ചെയ്യണം. അതുപിന്നെ അവനെന്നെ തൊട്ടിട്ട് പോലും ഇല്ലല്ലോ. അതിന് മർദ്ദിച്ചതിന്റെ പരിക്ക് എവിടെ ഇല്ലല്ലോ. ചുമ്മാ ഒരു പരാതി എഴുതി കൊടുത്താലോ പോലീസുകാർ വിശ്വസിക്കുവോ? വിശ്വസിപ്പിക്കാൻ എന്തൊക്കെ വഴികളാ കിടക്കുന്നത് അഞ്ജന, എന്തൊക്കെ വഴികൾ കിടക്കുന്നു. നമുക്ക് കയ്യിലും തലയിലും ഒക്കെ ബാൻഡേജ് കെട്ടാം. പിന്നെ ഹോസ്പിറ്റലിൽ ചെന്ന തെളിവിനായിട്ട് നമുക്ക് ഡോക്ടർ സാക്ഷ്യപത്രം ഞാൻ തയ്യാറാക്കിക്കോളാം. വേറെ ഒന്നും ചിന്തിക്കണ്ട. അപ്പം അഞ്ജന ഓക്കെ അല്ലേ എന്ന് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി. ശരി, ഞാൻ നിങ്ങൾ പറഞ്ഞതുപോലെ ചെയ്യാം. ഞാൻ പറഞ്ഞ തുക എനിക്ക് തരുമോ? എൻ്റെ ഗതികേട് കൊണ്ടാട്ടോ ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കുന്നത്. എനിക്ക് നല്ല പേടിയുണ്ട് നുണ പറയാൻ. എന്തിനാ പേടിക്കുന്നത്? ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല, ഒരു പ്രശ്നം. ഞാനില്ലേ നിന്റെ കൂടെ, പിന്നെ എന്തിനാ നീ പേടിക്കുന്നത്? ഏതായാലും എന്നെ അവൻ ജയിലിൽ കിടത്തിയിരുന്നു കുറച്ച് നാള്.
അവന് കിടക്കട്ടെ ജയിലിൽ സുഖം അറിയട്ടെ. അല്ല, എൻ്റെ കാശ് എനിക്കൊരു ഇച്ചിരി കാശ് തരുമോ? കാശ് വേണമായിരുന്നു. കാശ് എത്ര വേണം? 1,50,000 രൂപ വേണം എനിക്ക്. ക്യാഷൊക്കെ ഇപ്പൊ തരാം. എനിക്ക് അവന് ജയിലിൽ കിടത്തണം. ജയിലിൽ കിടത്താന്നേ, അത് ഞാൻ ഏറ്റു, പറഞ്ഞല്ലോ ജയിലിൽ കിടത്തുക തന്നെ ചെയ്യാന്ന്. ഈ സമയത്ത് പിന്നെ നമ്മുടെ ചന്ദ്രോദയ ആട്ടോ കാണിക്കുന്നത്. ചന്ദ്രോദയത്തിൽ ഇങ്ങനെ പത്രമൊക്കെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും ആര്? നമ്മുടെ രവീന്ദ്രൻ. അപ്പോഴത്തേക്കും ആണെങ്കിൽ ശ്രീകാന്തും വർഷയും വന്നു കേട്ടോ. അപ്പൊ വർഷം വന്നിട്ട് ചോദിച്ചു, അല്ല അച്ഛമ്മേനെ കാണുന്നില്ലല്ലോ, ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇവിടം വരെ എത്താൻ ഇത്രയും സമയം വേണോ? ഇപ്പൊ എത്തുമായിരിക്കും മോളെ. എന്നാലും അച്ഛമ്മ പോയതിനു ശേഷം ഒരു സുഖമില്ല. അച്ഛമ്മ പോയതിനു ശേഷം ശ്രുതി ഇടത്ത് ഇതൊരു അടുക്കളയിലും കയറിയിട്ടില്ല. കൊള്ളാം, നന്നായി. അപ്പോഴത്തേക്ക് ശ്രുതി ഇറങ്ങി വരും. അപ്പം വർഷം ചോദിച്ചു, അല്ല ശ്രുതി ചേച്ചി എവിടെ പോവാ? ഞാൻ പാർലറിൽ. എന്നിങ്ങനെ അടുക്കളപ്പണി ചെയ്തുകൊണ്ടിരുന്നിട്ട് കാര്യമുണ്ടോ? എനിക്ക് പാർലറിൽ പോണ്ടേ. അപ്പോഴത്തേക്കാണ് നമ്മുടെ അച്ഛമ്മ രംഗത്ത് എത്തിയത്. അച്ഛമ്മ വന്നല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രീകാന്ത്, ഏതായാലും വർഷയും ശ്രീകാന്ത് ഓടി ചെല്ലും. അപ്പോഴത്തേക്ക് ശ്രുതി, അച്ഛമ്മ പിന്നെയും വന്നു, എൻ്റെ ഈശ്വരാ ഇപ്പൊ എന്താ ചെയ്യാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ശ്രുതി നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ശ്രീകാന്ത് ചെന്നിട്ട്, അച്ഛമ്മ ഇങ്ങോട്ട് കയറി വാന്ന് പറഞ്ഞുകൊണ്ട് ഓട്ടോയിൽ നിന്നൊക്കെ ചെന്ന് പിടിച്ചിറക്കാണ്. ഏതായാലും അച്ഛമ്മ അകത്ത് കയറി വന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മുടെ ശ്രുതിയാണെങ്കിൽ എവിടെ പോകാനാ, ബ്യൂട്ടി പാർലറിൽ പോകാൻ റെഡിയായതല്ലായിരുന്നു. പെട്ടെന്ന് ശ്രുതി സാട എണീറ്റിട്ട് നേരെ പോയി ഒരു തോർത്തൊക്കെ എടുത്ത് കഴുത്തിന്റെ ചുറ്റുമൊക്കെ ഇട്ടിട്ട് വന്നിട്ട് തുടയ്ക്കാൻ അങ്ങോട്ട് തുടങ്ങും. അച്ഛമ്മയും രവീന്ദ്രനും എല്ലാവരും കയറി വന്നപ്പം നമ്മള് നേരത്തെ കണ്ട ബ്യൂട്ടി പാർലറിൽ പോകാൻ നിന്ന ശ്രുതി അല്ലായിരുന്നു. ആകപ്പാടെ മാറ്റം. ഇത് കണ്ടത് നമ്മുടെ രവീന്ദ്രൻ വാ പൊളിച്ച് നിൽക്കും. ഇതെന്താ കാണിക്കുന്നത്? അപ്പോഴത്തേക്കും ശ്രീകാന്തും അതെ, വർഷം അതെ, ഇത്ര നേരം അങ്ങനെ അല്ലായിരുന്നല്ലോ. അങ്ങനെ അച്ഛമ്മ വന്നിട്ട്, കൊള്ളാലോ, നീ നല്ല പണിയിലാണല്ലോ. അതെ, ഞാനിവിടെ നല്ല പണിയിലാ. അപ്പോഴത്തേക്ക് ഭയങ്കര തൊടയാ. അപ്പൊ രവീന്ദ്രൻ പറയുന്നേ, ഇങ്ങനെ തുടച്ചാൽ തറ ഉടഞ്ഞു പോവേ. അപ്പോഴത്തേക്കും ശ്രുതി ഭയങ്കര തമാശ. അപ്പൊ അച്ഛമ്മയും വർഷയും അതുപോലെ തന്നെ ശ്രീകാന്തും രവീന്ദ്രനൊക്കെ അവിടെ ഇരുന്നു. അങ്ങനെ നമ്മുടെ വർഷ ചോദിച്ചാൽ, വയലിലെ ജോലിയൊക്കെ കഴിഞ്ഞോ? എവിടെ കഴിയാനാ, അതൊക്കെ പണിക്കാരെ ഏൽപ്പിച്ചിട്ടേ ഞാൻ ഓടി വന്നതാ. അല്ല, രേവതി എവിടെ എന്ന് അച്ഛമ്മ. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറഞ്ഞതേ, രേവതി അകത്തുണ്ട്, ഞാനിപ്പോൾ കോഫി കൊടുത്തിട്ട് വന്നതേ ഉള്ളൂ. അപ്പോഴത്തേക്കും ശ്രീകാന്തും രവീന്ദ്രനൊക്കെ ഇങ്ങനെ ചിരിക്കാൻ കേട്ടോ, വെറും നുണയാണല്ലോ. അപ്പൊ നമ്മുടെ അച്ഛമ്മ പറഞ്ഞു, എന്തിനാ അവളിങ്ങനെ ഒറ്റയ്ക്കിരിക്കുന്നത്, നീ പോയി വിളിച്ചിട്ട് വാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതിനെ പറഞ്ഞു വിടുകയാണ്. അപ്പോഴത്തേക്കും വർഷ പറഞ്ഞു, അതെ ശ്രുതി ചേച്ചി ഈ വീട്ടിലെ ജോലി ഒന്നും ചെയ്യാറില്ല അച്ഛമ്മേ. പാർലറിൽ പോകാൻ വേണ്ടി ഇറങ്ങിയതാ. അച്ഛൻ മോട്ടൽ വന്ന് ഇറങ്ങുന്നത് കണ്ടപ്പോഴത്തേക്കും ഏടത്തി ആകെപ്പാടെ മാറിപ്പോയി. പെട്ടെന്ന് വന്ന് ഇതൊക്കെ ചെയ്യുന്നത് കണ്ടോ? എനിക്കറിയില്ലേ, ഇത്രയും ദിവസമൊക്കെ ഒരു ജോലിയും ചെയ്തില്ല അല്ലേ? ആ ജോലി മുഴുവൻ അവളെ കൊണ്ട് ഞാൻ ഇന്നത്തെ ദിവസം തന്നെ ചെയ്യിക്കും. ഏതായാലും ഈ സമയത്ത് നമ്മുടെ രേവതിനെ കൊണ്ട് ശ്രുതി എത്തി. അപ്പോഴത്തേക്ക് രേവതി, അച്ഛമ്മ എത്തിയോ? ഏതായാലും ഇന്ന് വന്നില്ലായിരുന്നെങ്കിലേ ഞാൻ ഈ വയ്യാത്ത കാലം കൊണ്ട് അങ്ങോട്ടേക്ക് വന്നേനെ അച്ഛമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ നമ്മുടെ ശ്രുതിയുടെ അടുത്തേക്ക് ചെന്നു, അല്ല അച്ഛമ്മയുടെ അടുത്തേക്ക് ചെന്നു. അപ്പൊ അച്ഛമ്മ പറഞ്ഞു, മോൾ എന്താ ക്ഷീണിച്ചു പോയല്ലോ, ഇതെന്താ നേരെ വണ്ണം ഭക്ഷണം കഴിക്കുന്നില്ലേ? അപ്പൊ ശ്രുതി പറഞ്ഞു, കഴിക്കുന്നുണ്ടല്ലോ രേവതി, ഞാനല്ലേ ഭക്ഷണം കൊടുക്കുന്നത്. അതാണ് എന്റെ കുഞ്ഞ് ക്ഷീണിച്ചു പോയത്. കണ്ടില്ലേ, ആകെ മൊത്ത ക്ഷീണമാ. നീ വീട്ടിലെ എല്ലാ ജോലിയും ചെയ്യുന്നുണ്ടെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. എടി നീയേ വേറെ കള്ളിയാണല്ലേ. എന്താ അച്ഛമ്മ പറയുന്നത്? അയ്യോ, കറി അടുപ്പത്തുണ്ടേ, ഞാൻ അങ്ങോട്ടേക്ക് ചെല്ലട്ടെ. അപ്പോഴത്തേക്ക് ശ്രീകാന്ത് പറഞ്ഞു, കറികളൊക്കെ ഞങ്ങൾ ഉണ്ടാക്കി, അടുപ്പത്ത് ഇപ്പൊ കറിയേ ഇല്ല. എന്താ ശ്രുതി ഇടത്തീട് ഇത്, ഇത്ര അഭിനയം വേണോ? നിങ്ങളോട് ആരാ ഇതൊക്കെ ഉണ്ടാക്കാൻ പറഞ്ഞത്? ഇത് അഭിനയമൊന്നും അല്ല. എന്നാ പിന്നെ പപ്പടം കാച്ചാം. എന്തെങ്കിലും ജോലി ചെയ്തില്ലെങ്കിൽ എനിക്ക് മനപ്രയാസം തോന്നും. അതെ, പപ്പടവും കാച്ചി എല്ലാ പണിയും കഴിഞ്ഞു. പപ്പടവും കാച്ചി എല്ലാ പണിയും കഴിഞ്ഞു. വർഷയാ പപ്പടം കാച്ചിയത്. അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ ഭയങ്കര ചിരി. അച്ഛമ്മ പറഞ്ഞു, മോളെ വർഷേ, നീ അടുക്കള കയറാൻ തുടങ്ങിയോ? അത് പിന്നെ എന്നെ സഹായിക്കാനാ അച്ഛമ്മ എന്ന് നമ്മുടെ ശ്രീകാന്ത്. അപ്പൊ രേവതി പറഞ്ഞു, ശ്രുതി നിനക്ക് എന്തെങ്കിലും ജോലി ചെയ്തേ പറ്റൂന്നുണ്ടെങ്കിലേ ആ ഫ്രിഡ്ജിലെ കുറച്ച് പൂക്കൾ ഇരിപ്പുണ്ട്, അതിങ്ങെടുത്തിട്ട് വാ. അതെടുത്തിട്ട് വരാനോ? അതെടുത്തിട്ട് വാ. എന്നാ പിന്നെ ഞാൻ ഇപ്പൊ എടുത്തിട്ട് വരാമേ എന്ന് പറഞ്ഞ് പൂക്കൾ എടുക്കാൻ വേണ്ടി ഓടുകയാണ് കേട്ടോ. അങ്ങനെ നേരെ പോയി പൂക്കളൊക്കെ എടുത്തിട്ട് വരികയാണ്. ഏതായാലും ഈ ഒരു സമയത്ത് പൂക്കൾ എടുത്തിട്ട് വന്നപ്പോഴത്തേക്കും, അതെ പൂക്കൾ മാത്രം പോരാ, വാഴനാരും വേണം. വാഴനാരും വേണമല്ലേ, അതെവിടെ വെച്ചേക്കുന്നത്? അതും ഫ്രിഡ്ജിലുണ്ട്. അയ്യോ, അതും ഫ്രിഡ്ജിലാണോ? എന്നാ ഇപ്പൊ ഞാനത് എടുക്കാമേ എന്ന് പറഞ്ഞ് വാഴനാരും എടുക്കാൻ പോവാണ് കേട്ടോ. ഏതായാലും നമ്മുടെ ശ്രുതിനിട്ട് കുരങ്ങ് കളിപ്പിക്കുന്നുണ്ട്. ഈ ഒരു ഭാഗമൊക്കെ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷമായി എത്രയും പെട്ടെന്ന് കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ.